അമേരിക്കയിൽ ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ അഥവാ TSA ഉദ്യോഗസ്ഥരുടെ കുറവ് മൂലം വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്നതിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. TSA ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാൻ അടിയന്തര ഉത്തരവിടുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബജറ്റ് പ്രതിസന്ധിയെ തുടർന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിൽ തുടരുന്ന ഭാഗിക ഷട്ട്ഡൌൺ 6ാമത്തെ ആഴ്ചയിലേക്ക് കടന്നതോടെയാണ് വിമാനത്താവളങ്ങളിലെ തിക്കും തിരക്കും ജീവനക്കാരുടെ ദുരിതവും ലഘൂകരിക്കാൻ ട്രംപ് നേരിട്ട് ഇടപെടുന്നത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിൽ വിമാനത്താവളങ്ങളിലെ അരാജകത്വം അവസാനിപ്പിക്കാനാണ് തന്റെ തീരുമാനമെന്ന് ട്രംപ് വ്യക്തമാക്കി. ഈ അടിയന്തര സാഹചര്യം പരിഹരിക്കുന്നതിനായി TSA ഏജന്റുമാർക്ക് ഉടൻ ശമ്പളം നൽകാൻ പുതുതായി ചുമതലയേറ്റ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി മാർക്ക് മളിനോട് നിർദ്ദേശിക്കുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞു. THSന് നൽകാനുള്ള ഈ പണം എവിടെ നിന്ന് വരുമെന്നോ ട്രംപിന്റെ വരാനിരിക്കുന്ന ഉത്തരവിൽ എത്ര തുക ഉൾപ്പെടുമെന്നോ അല്ലെങ്കിൽ അതിന്റെ കാലാവധി എത്രയായിരിക്കുമെന്നോ ഉള്ള ചോദ്യങ്ങളോട് വൈറ്റ് ഹൌസ് പ്രതികരിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിലുള്ള ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഭരണകൂടവും സെനറ്റും തമ്മിലുള്ള തർക്കം പരിഹരിക്കപ്പെടാത്തതിനെ തുടർന്ന് ഫെബ്രുവരി പകുതി മുതൽ TSA ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ലഭിച്ചിരുന്നില്ല. ഇതോടെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താറുമാറായി. ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ട TSA ജീവനക്കാരിൽ ഒരു വിഭാഗം അവധിക്ക് പോയതോടെ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ വലിയ ക്യൂ അനുഭവപ്പെട്ടു. സുരക്ഷാ പരിശോധനയ്ക്കായി മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്നത് യാത്രക്കാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചു. ഇതിനിടെ TSA ജീവനക്കാർ രാജിവെച്ച് പോകാൻ തുടങ്ങിയതും പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമായി. വെള്ളിയാഴ്ച ജീവനക്കാർക്ക് ലഭിക്കേണ്ട ശമ്പളം മുടങ്ങുമെന്ന് ഉറപ്പായതോടെയാണ് പ്രസിഡന്റ് ട്രംപ് അസാധാരണമായ നീക്കം നടത്തിയത്. ജീവനക്കാർക്ക് മാർച്ച് പകുതിക്ക് ലഭിക്കേണ്ട മുഴുവൻ ശമ്പളവും മുടങ്ങിയിരുന്നു. 2025 തന്റെ നികുതി ബില്ലിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർക്ക് വേതനം നൽകാനാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ ഷട്ട്ഡൌൺ സമയത്ത് സൈനികർക്ക് ശമ്പളം നൽകാൻ സ്വീകരിച്ചതിന് സമാനമായ നടപടിയാണിതെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചുവെന്ന് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഡെമോക്രാറ്റുകൾ ഫണ്ട് അനുവദിക്കാൻ വിസമ്മതിക്കുന്നത് ഒരു അടിയന്തര സാഹചര്യമാണെന്നും അത് നേരിടാൻ പ്രസിഡന്റിന് അധികാരമുണ്ടെന്നുമാണ് സർക്കാരിന്റെ വാദം. ഷട്ട്ഡൌൺ മൂലം അമേരിക്കയിലെ പല വിമാനത്താവളങ്ങളും കനത്ത പ്രതിസന്ധിയിലാണ്. ശമ്പളം മുടങ്ങിയതോടെ 12% TSA ജീവനക്കാർ ജോലിക്ക് ഹാജരാകുന്നില്ല. ഹ്യൂസ്റ്റൺ, അറ്റ്ലാന്റ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ വിമാനത്താവളങ്ങളിൽ പരിശോധനയ്ക്കായി മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. ചിലയിടങ്ങളിൽ 40%-ലധികം ജീവനക്കാരാണ് അവധിയിലുള്ളത്. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഏകദേശം 500ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇതിനകം ജോലി രാജിവെച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ജീവനക്കാർ വരാതിരിക്കുന്നത് തുടർന്നാൽ വിമാനത്താവളങ്ങൾ അടച്ചു പൂട്ടേണ്ടി വരുമെന്ന് TSA ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇമിഗ്രേഷൻ വിഭാഗമായ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ICE, കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അഥവാ CBP എന്നിവരുടെ പ്രവർത്തനങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന ഡെമോക്രാറ്റുകളുടെ ആവശ്യമാണ് ബജറ്റ് അംഗീകരിക്കുന്നതിന് തടസ്സമാകുന്നത്. കുടിയേറ്റ വിരുദ്ധ നടപടികളിലും നാടുകടത്തൽ പ്രക്രിയകളിലും ഫെഡറൽ ഏജന്റുമാർക്ക് കടുത്ത നിബന്ധനകൾ വേണമെന്ന് അവർ വാദിക്കുന്നു. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ റിപ്പബ്ലിക്കൻ നേതാക്കൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സെനറ്റിൽ ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും സ്പ്രിംഗ് ബ്രേക്ക് അവധിക്കായി ജനപ്രതിനിധികൾ പിരിയുന്നതിന് മുമ്പ് പൂർണ്ണമായൊരു ഒത്തുതീർപ്പ് ഉണ്ടാകുമോ എന്നത് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. വിമാനത്താവളങ്ങളിൽ തിരക്ക് കുറയ്ക്കാൻ ICE ഏജന്റുമാരെ നിയോഗിക്കുന്ന ഉൾപ്പെടെയുള്ള കർശന നടപടികൾ തുടരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ രാജ്യത്തെ 14 വിമാനത്താവളങ്ങളിൽ ICE ഏജന്റുമാരെ വിന്യസിച്ചിട്ടുണ്ട്.